വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനൊരു വഴിയാത്രക്കാരി. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി എന്നേ ഉള്ളൂ. സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ധന്യ, 63ാമത് കേരള സ്കൂൾ കലോത്സവം വലിയ വിജയത്തോടു കൂടിയിട്ടാണ് സമാപിച്ചത്. തൃശ്ശൂരാണ് ജേതാക്കളായിട്ട് വന്നിരിക്കുന്നത്. നീണ്ട 23 വർഷത്തിന് ശേഷമാണ് തൃശ്ശൂരിന് വീണ്ടും ഒരു സമ്മാനം ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കലോത്സവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായി. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ്. നവീൻ ബാബുവിനും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. എന്താണ് ഈ വീഡിയോ? ഏതാണ് ഈ പെൺകുട്ടി? എന്താണ് അവർ പറയുന്നത്? ഗൗതം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നവീൻ ബാബുവും സംസ്ഥാന കലോത്സവത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറണമെങ്കിൽ ഈ വീഡിയോ വന്നിരിക്കുന്ന പെൺകുട്ടി എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. കാരണം എനിക്ക് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായി കിട്ടിയിട്ടില്ല. ഒരു പ്രായം നമുക്ക് അത്രയും പരിഗണിക്കാം. ഒരു 15 വയസ്സായ പെൺകുട്ടി നവീൻ ബാബു വിഷയത്തിൽ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അവതരണം നടത്തണമെങ്കിൽ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആ വിഷയം എത്രത്തോളം പതിഞ്ഞിട്ടുണ്ടാകണം. ആ പെൺകുട്ടി അതിൽ പറയുന്നത് പി ദിവ്യ എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾക്കുള്ള വീഡിയോയാണ്. ആ വീഡിയോ നമ്മളിവിടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു ധൈര്യത്തോടെ, അതായത് ഞങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന ഈ നാടകങ്ങളോ ഈ കൊള്ളരുതായ്മകളോ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രവർത്തികളോ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല. ഞങ്ങൾ യുവതലമുറയ്ക്ക് ഇതിനോടൊന്നും താല്പര്യവുമില്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അത് പൊതുവേദികളിൽ ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന ഒരു യുവതലമുറയുടെ പ്രതീകമായ ഒരു പെൺകുട്ടി വന്നു നിന്ന് പറയുകയാണ്. നവീൻ ബാബുവിനെ പി ദിവ്യ അധിക്ഷേപിച്ചത് എങ്ങനെയാണ് എന്ന് കൃത്യമായി ആ ബോഡി ലാംഗ്വേജിലൂടെ ഒക്കെ ആ പെൺകുട്ടി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നവീൻ ബാബു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾക്ക് മാത്രമാണ് നവീൻ ബാബുവിനെ അറിയാവുന്നത്, അല്ലെങ്കിൽ നവീൻ ബാബു മാധ്യമങ്ങളുടെ മാത്രം ചർച്ചാ വിഷയമാണ് എന്ന് CPM-ഉം പി ദിവ്യയും ഉൾപ്പെടുന്ന CPM-ലെ ഉന്നതരായ നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളാരും കരുതരുത്. ഇവിടെ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്. അവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നവീൻ ബാബുവിൻ്റെ 2 പെൺകുട്ടികളാണ്. അവർക്ക് അച്ഛനെ ഇല്ലാതാക്കിയത് ആരാണ് എന്ന് പൊതുസമൂഹവും മാധ്യമപ്രവർത്തകരും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് സ്കൂൾ കലോത്സവത്തിൽ മന്ത്രിമാർ പങ്കെടുത്ത, CPM-ന്റെ പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്ത, CPM-ലെ തന്നെ മന്ത്രിമാരും നേതാക്കളും പങ്കെടുത്ത ഒരു വേദിയിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നടത്തിയ അവഹേളനം കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത്? വൈകിട്ട് യാത്രയപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ മനുഷ്യൻ, അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. പിറ്റേന്ന് രാവിലെ 6:30യോടെ അറിയുന്നു നവീൻ ബാബു എന്ന ADM തൂങ്ങി നിൽക്കുന്നു. എവിടെയാണ് തൂങ്ങി നിൽക്കുന്നത്? ബാത്റൂമിലെന്ന് പറയുന്നു, റൂമിലെന്ന് പറയുന്നു, ഹാളിലെന്ന് പറയുന്നു. ഡ്രൈവർ ഷംസുദ്ദീന് വീട്ടിൽ കയറാൻ ഭയമെന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ദൃക്സാക്ഷിയായ വീണാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നു പോസ്റ്റ്മോർട്ടം പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവർ എത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനോട് പറയുന്നു. പിന്നീട് സഹോദരൻ അത് ചെവിക്കൊള്ളുന്നില്ല എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ CPM ഒരു സുരക്ഷിത വലയം, ഒരു സംരക്ഷണ വലയം ആ വീട്ടിനുള്ളിൽ തീർക്കുന്നു. അതായത് റീപോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ ബോഡി ദഹിപ്പിക്കാൻ പാടില്ല, അടക്കം ചെയ്യണം എന്നാരെങ്കിലും പറഞ്ഞ കുടുംബത്തെ മനം മാറ്റാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ആ ബോഡി അടക്കം ചെയ്യുന്നത്, സംസ്കരിക്കുന്നത് വരെ അവരോടൊപ്പം നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തെ കൈവിടുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു CBI അന്വേഷണം വേണ്ട, അത് കേന്ദ്ര ഏജൻസിയുടെ കൂട്ടിലിട്ട തത്തയാണ്, അവർ വരേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഒരു CCTV ദൃശ്യങ്ങൾ എടുക്കുന്നില്ല, കോൾ ലിസ്റ്റുകൾ എടുക്കുന്നില്ല, കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല.
പിന്നെ എന്താ പറയുക, തെളിവുകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിക്കുന്നു. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് കോടതി തീർപ്പാക്കുന്നു. CBI വരണ്ട എന്ന് ഹൈക്കോടതി പറയുന്നു. അപ്പീലിനായി സുപ്രീം കോടതിയെ സമീപിക്കാൻ കുടുംബം ഒരുങ്ങുന്നു. അപ്പോൾ ഈ ഒക്ടോബർ 16-ാം തീയതി നടന്ന സംഭവമാണ്. ഒക്ടോബർ 16-ാം തീയതി അദ്ദേഹം മരിക്കുന്നു. 17-ാം തീയതി രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ബന്ധുക്കളിൽ ഒരാൾ പോലും ഇല്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജൻ CPM-ന്റെ ഏറ്റവും കടുത്ത ആരാധകൻ എന്ന് പറയുന്നു. അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് വീണാമണി എന്ന് പറഞ്ഞ ദൃക്സാക്ഷിക്ക് പരിയാരം മെഡിക്കൽ കോളേജിലെ ചില സ്റ്റാഫുകൾ തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിലും അപ്പുറം സമൂഹത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, യുവതലമുറ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ യുവതലമുറ ഒന്നടങ്കം CPM-എതിരെ തിരിയാൻ വലിയ സമയമൊന്നും വേണ്ട. ഇപ്പോൾ അക്രമ രാഷ്ട്രീയമായി CPM മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതായത് പിണറായി വിജയൻ വന്നതിന് ശേഷം കൊലപാതകങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രി തന്നെ നവകേരള പിന്നെ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള യാത്ര നടത്തിയപ്പോൾ ആളുകളെ പിന്നെ എന്താ പറയുക, പൂച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷാ പ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി വരെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു നാട്ടിൽ ഈ പാർട്ടിയെ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് യുവതലമുറ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ ഒരു പ്രതീകമാണ് ഈ പെൺകുട്ടി. ഞാൻ അവളെ പെൺകുട്ടി എന്ന് വിളിക്കുന്നതിനപ്പുറം ഒരു പെൺപുലി എന്ന് വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതെ, ഒരു പെൺപുലി തന്നെയാണ് ആ ഒരു കുട്ടി എന്ന് പറയുന്നത്. കാരണം ഈ നവീൻ ബാബു വിഷയം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലടക്കം ഈ ഒരു വിഷയം എത്തിപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവർ തന്നെ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കലോത്സവത്തിൽ ഇങ്ങനെയൊരു പെൺകുട്ടി ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യം, ആ ധൈര്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ കൈയടിക്കുക തന്നെ വേണം. ആ കയ്യടി പോവേണ്ടത് അവളുടെ മാതാപിതാക്കൾക്ക് കൂടി തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആരാണോ അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് നൽകുന്നത് അദ്ദേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തേടിയിട്ടുണ്ടാവും. അവരുടെ ഒരു അനുമതിയോടെ കൂടിയായിരിക്കും ഈ ഒരു ഇനം ആ കുട്ടി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവുക. മോണോ ആക്ട് വിഭാഗത്തിലാണ് മത്സരിച്ചതെന്ന് തോന്നുന്നു. അവർ PP ദിവ്യ എങ്ങനെയാണ് നവീൻ ബാബുവിന് നൽകിയ ആ ഒരു യാത്രയയപ്പ് നൽകിയ ചടങ്ങിൽ എത്തിപ്പെടുകയും അവിടെ എങ്ങനെയാണ് അവർ സംസാരിച്ചത് അതിനെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കുകയാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. തുടർന്ന് ആ ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് നവീൻ ബാബു പ്രതികരിച്ചിട്ടുണ്ടാവുക അതിനെ കൂടി ആ കുട്ടി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ രണ്ട് ഭാവങ്ങളെയാണ്, നവീൻ ബാബുവിനെയും ഒപ്പം തന്നെ PP ദിവ്യയുടെ ധാർഷ്ട്യം കലർന്ന മുഖഭാവത്തെയും ആ ഒരു സ്വഭാവത്തെയാണ് ആ പെൺകുട്ടി അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് കയ്യടി നൽകേണ്ടതാണ്. കാരണം എന്തിന്? സംസ്ഥാന സർക്കാരിന് മേലാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അതായത് CPM എന്ന പാർട്ടിക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ കേസിൽ വരുന്നത്. അതുപോലും വകവെക്കാതെ അതിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി കാണിച്ച ധൈര്യം, അത് ഒരു അസാധ്യപരമായിട്ടുള്ളൊരു ധൈര്യമാണ്. ആ കുട്ടിക്ക് പല സമ്മാനവും ലഭിച്ചോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ തഴഞ്ഞു കാണും ഇത് അവതരിപ്പിച്ചതിന്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ഇവർക്കെതിരെ ആര് ശബ്ദിച്ചാലും അവരെയൊക്കെ വെട്ടി വീഴ്ത്തുന്ന നിലപാടാണല്ലോ CPM പലപ്പോഴും സ്വീകരിക്കുന്നത്. നവീൻ ബാബു വിഷയത്തിലും നമ്മുടെ TP ചന്ദ്രശേഖർ വിഷയത്തിലുമൊക്കെ നമ്മൾക്കത് കണ്ടതാണ്. പക്ഷേ ഇവർക്ക് പാളിച്ച പറ്റുന്നത് ഇവരുടെയൊക്കെ ഭാര്യമാരെന്ന് പറയുന്നത് വളരെ ശക്തരായ സ്ത്രീകളായിരിക്കും. ഇപ്പോൾ KK രമ തീപ്പൊരിയാണെങ്കിൽ മഞ്ജുഷ പോരാളിയാണ്. വാക്കുകൾ കൊണ്ട് പിണറായിയെ അടിച്ചൊതുക്കാൻ KK രമയ്ക്ക് കഴിയുമെങ്കിൽ പോരാളിയായി, അതായത് നിശബ്ദയായി ഇരുന്നു കൊണ്ട് CPM-ന് പണി കൊടുക്കാൻ മഞ്ജുഷയ്ക്ക് അറിയാം. അതാണ് ഈ CPM പലപ്പോഴും ഈ ഉപദ്രവിക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് അതീവ കരുത്തരായിരിക്കും, ആർജവമുള്ളവരായിരിക്കും എന്നുള്ളത്. എന്തായാലും ഈ പെൺകുട്ടിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. ഇനിയും സധൈര്യം മുന്നോട്ട് പോകുക. ഇതുപോലുള്ള സമൂഹത്തിൽ കാണുന്ന ഇതുപോലുള്ള അതിക്രമങ്ങൾക്ക് കൃത്യമായ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ ഈ പെൺകുട്ടി മുഖം നോക്കാതെ പ്രതികരിക്കാൻ ഈ പെൺകുട്ടി എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.